തേഞ്ഞിപ്പാലം പോക്സോ കേസിലെ കുടുംബം അന്തിയുറങ്ങാൻ ഒരു വീട് പോലും ഇല്ലാതെ ദുരിതത്തിലാണ് എന്നുള്ളൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, 2017 തേഞ്ഞിപ്പാലം പോക്സോ കേസ് ഉണ്ടാവുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വാർത്തകളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ കുടുംബത്തിന് സർക്കാർ സംവിധാനം വഴി വീടൊരുക്കാം എന്നൊരു പ്രഖ്യാപനമൊക്കെ നടന്നിരുന്നു. പക്ഷേ അതൊന്നും തന്നെയും നടപ്പിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഈ കുടുംബം ഇപ്പോഴുള്ളത്. നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത രീതിയിൽ ദുരിതം അനുഭവിക്കുകയാണ് ഈ ഉമ്മയും മകനും. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൻ മാത്രമാണ് അവർക്കിപ്പോൾ സഹായത്തിനായുള്ളത്. അവർ താമസിക്കുന്നത് വാടക വീട്ടിലാണ്. 2021 അവർ രാമനാട്ടുകരയിലെ വാടക വീട്ടിൽ താമസിച്ചിരുന്നത്. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങുകയും തുടർന്ന് ഇപ്പോൾ നിലവിൽ താമസിക്കുന്ന വീട്ടിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 3 വർഷമായി അവർക്ക് വാടക കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ വീട്ടുടമ കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് കോടതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ വീട് വിട്ട് ഇറങ്ങി പോകണം എന്നൊരു ഉത്തരവ് ലഭ്യമാവുകയായിരുന്നു. പക്ഷേ എവിടേക്കാണ് പോകേണ്ടത് എന്നൊരു വ്യക്തത പോലും അവർക്കില്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ പലതരത്തിലുള്ള സഹായവും ലഭ്യമാകുമെന്ന് പറഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള സഹായവും ലഭ്യമാകാത്തൊരവസ്ഥ. 2017 പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് പോക്സോ കേസിൽ ഈ ഇരയായ കുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം പരിതാപകരമാണ്. ആടുകളെ വളർത്തിയാണ് ഈ ഉമ്മ ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഉടനെ അവർ ഈ വീട് വിട്ടിറങ്ങേണ്ടി വരും. എങ്ങോട്ടാണ് പോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ഒരു നിശ്ചയവും ഇല്ലാത്ത രീതിയിലാണ് അവർ നിലവിലുള്ളത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പലതരത്തിലുള്ള സഹായ വാഗ്ദാനങ്ങളും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ സമയമൊക്കെ, അതായത് ഈ സംഭവം നടക്കുന്ന സമയത്തൊക്കെ വലിയ രീതിയിലുള്ള സഹായ വാഗ്ദാനങ്ങളുമായി എത്തിയ സർക്കാർ സംവിധാനങ്ങൾ യാതൊരു തരത്തിലുള്ള സഹായവും നൽകിയിട്ടില്ല എന്നത് തന്നെയാണ് ഈ ഉമ്മയുടെ അവസ്ഥയിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഇവർക്കുള്ളത്. തുടർന്ന് അവന്റെ തുടർ പഠനത്തിന് വേണ്ടി പണം ആവശ്യമാണ്. ഇനിയിപ്പോൾ ഈ വീട് വിട്ടിറങ്ങിയാൽ എവിടെ പോകുമെന്ന് അവർക്കറിയില്ല. തുടർ പഠനത്തിന് പണം ആവശ്യമാണ്. അത്തരത്തിൽ വലിയ പരിതാപകരമായ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഈ കുടുംബം ഇപ്പോൾ കഴിയുന്നത്. വിഷ്ണു, ദുസ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നത്. ഒപ്പം തന്നെ നിലവിൽ മനുഷ്യാവകാശ സംഘടനകളെ സമീപിക്കാൻ ആ ഒരു കുടുംബത്തിന് ഇപ്പോൾ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ സംഘടനകൾ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നുണ്ടോ? നിരവധി തവണ അവർ മനുഷ്യാവകാശ കമ്മീഷനെ അടക്കം തന്നെ പരാതി നൽകുകയും തങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുന്നതല്ലാതെ യാതൊരു വിധത്തിലുള്ള പരിഹാരവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഈ കുടുംബം വ്യക്തമാക്കുന്നത്. പ്രധാനമായും ഈ സംഭവം ഉണ്ടായതിനു ശേഷം സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഇവർക്ക് വീട് വെച്ച് നൽകാമെന്നൊരു വാഗ്ദാനം നൽകിയിരുന്നു. അതൊന്നും തന്നെ പാലിക്കപ്പെടാത്തൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയുന്നത് വളരെയധികം ദുരിതമാണ് ഈ കുടുംബം അനുഭവിക്കുന്നത്. ഉമ്മയ്ക്ക് മറ്റു ജോലികൾക്കൊന്നും പോവാൻ കഴിയാത്തൊരവസ്ഥയാണ്. അവർക്ക് നട്ടെല്ല് സംബന്ധമായ രോഗമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു ജോലിക്കും പുറത്തേക്ക് പോകുവാൻ കഴിയാത്തൊരവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അവർക്കറിയില്ല. എന്തായാലും സുമനസ്സുകളുടെ സഹായം അവർ ഇപ്പോൾ തേടുകയാണ്. ഈ വാർത്ത ജനം ടിവിയിലൂടെ പുറത്തു വന്ന് ഈ വാർത്ത കണ്ടിട്ടെങ്കിൽ കൂടിയും ഈ സംഭവത്തിൽ സുമനസ്സുകളുടെ സഹായവും അവർ തേടുന്നുണ്ട്. വിഷ്ണു, വ്യക്തമാണ്. ദുസ്ന സുരേഷാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.